2002 ഗുജറാത്ത് കലാപം ഞെട്ടിക്കുന്ന സത്യങ്ങൾ. 2002 ഫെബ്രുവരി 27-ന് സബർമതി എക്സ്പ്രസ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ തീപിടിച്ച് 59 ഹിന്ദു തീർത്ഥാടകർ മരണപ്പെടുന്നത് ഗുജറാത്ത് കലാപത്തിനുള്ള തുടക്കം കുറിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം ചിതറിയ കലാപങ്ങളും ബൃഹത്തായ ഒരു കൂട്ടക്കൊലപാതകത്തിലേക്ക് മാറി. ഗുജറാത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിനെതിരായ അക്രമങ്ങൾ അക്രമികളുടെ ക്രൂരതയുടെ പരിധി മറികടന്നു. അക്രമികൾ സ്ത്രീകളെയും കുട്ടികളെയും പോലും ഒഴിവാക്കിയില്ല. ആയിരക്കണക്കിന് വീടുകളും കടകളും കത്തിനശിച്ചു. ഏകദേശം 2000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. കൂട്ടക്കൊലകളിൽ ഏറ്റവും ഭീകരമായത് നരോഡ പാട്ടിയ കൂട്ടക്കൊല ആയിരുന്നു. 97 മുസ്ലിങ്ങൾ അവിടെ വെറും എരിഞ്ഞുകൂടുകളായി മാറ്റപ്പെട്ടു. ഈ കൂട്ടക്കൊലയുടെ പിന്നിൽ പ്രധാന ചരിത്രമായിരുന്നു ബാബു ബജ്റംഗി. 2007-ൽ തോഹൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ബാബു ബജ്റംഗിയുടെ ഞെട്ടിക്കുന്ന മൊഴികൾ പുറത്തു വന്നു. അതിങ്ങനെയായിരുന്നു: ഞങ്ങൾ എല്ലാം മുൻപേ പ്ലാൻ ചെയ്തതായിരുന്നു. ഒരേ ദിവസം ആയിരക്കണക്കിന് പേരെ കൊന്നത് ഞങ്ങൾ ആസ്വദിച്ചു. ഞാൻ എന്ത് ചെയ്താലും BJP സർക്കാർ എന്നെ രക്ഷിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ വീഡിയോ പുറത്തായതോടെ ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ശക്തമായി. ബജ്റംഗിയും മറ്റു ചില പ്രമുഖ നേതാക്കളും കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. 2012-ൽ ബാബു ബജ്റംഗിക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചു. ഗുജറാത്ത് സർക്കാരിലെ മുൻ മന്ത്രി മായ കോട്നാനിക്കും 28 വർഷം തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ 2019-ൽ ബജ്റംഗിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കോട്നാനിയെ പിന്നീട് വെറുതെ വിട്ടു. ഇതോടെ നീതി ഉറപ്പാക്കിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം നീതിന്യായ സംവിധാനത്തെ ബാധിച്ചോ എന്ന ചർച്ച ശക്തമായി.